നിഷ്കളങ്കരായ പെൺമക്കൾ. ഗ്രാമത്തിൽ മനോജ് എന്നു പേരുള്ള ഒരു കർഷകനുണ്ടായിരുന്നു. അവൻ വളരെ ദരിദ്രനായിരുന്നു. അവന് ഭാര്യയും ഒരു ചെറിയ മകളും ഉണ്ടായിരുന്നു. മനോജിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. മനോജ് ഭാര്യയോട് പറഞ്ഞു, ദൈവമേ, ഇനി എനിക്ക് മകളെ തരല്ലേ, ഒരു മകനെ എനിക്ക് തരണേ. അവനെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും സഹായമെങ്കിലും ആകും. പെൺകുട്ടിയാണെങ്കിൽ ആകെ പ്രശ്നമാകും. അവരുടെ കല്യാണത്തിന് പോലും എൻ്റെ കയ്യിൽ പണമില്ല. മനോജിന്റെ ഭാര്യ പറഞ്ഞു, അതെ, താങ്കൾ പറയുന്നത് ശരിയാണ്. ഇനിയും പെൺകുട്ടിയുണ്ടായാൽ നമ്മൾ എന്തു ചെയ്യും? കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മനോജിന് വീണ്ടും ഒരു പെൺകുട്ടി ജനിച്ചു. മനോജും ഭാര്യയും വളരെ ദുഃഖിതരായി. അവർ കരയാൻ തുടങ്ങി. ഈശ്വരാ, ഇനി നമ്മൾ എന്തു ചെയ്യും? ഈ 2 പെൺകുട്ടികൾക്കുമുള്ള ചിലവ് ഇനി നമ്മൾ എങ്ങനെ നിറവേറ്റും? അപ്പോൾ മനോജ് പറഞ്ഞു, ആൺകുട്ടിയാണെങ്കിൽ അവൻ എന്തെങ്കിലും അധ്വാനിച്ചുകൊണ്ട് വന്നേനെ. പെൺകുട്ടിയാണെങ്കിൽ അധ്വാനിക്കുന്നത് മുഴുവൻ ചെലവാക്കേണ്ടി വരും. അവർ രണ്ടുപേരും തങ്ങളുടെ പെൺകുട്ടികളെ സ്നേഹിച്ചതേയില്ല. അവർക്ക് മക്കളെ നിർബന്ധപൂർവ്വം നോക്കേണ്ടി വന്നു. വർഷങ്ങൾ കടന്നുപോയി. 2 പെൺകുട്ടികളും വലുതായി. മനോജും ഭാര്യയും ചെറിയ തെറ്റുകൾക്ക് പോലും അവരെ ഒരുപാട് അടിച്ചിരുന്നു. ഒരു ദയയും കാണിച്ചില്ല. ഇത്ര ചെറുപ്പത്തിൽ തന്നെ അവരെ കൊണ്ട് വീട്ടുജോലികൾ ചെയ്യിക്കുമായിരുന്നു. പാവം പെൺകുട്ടികൾ അവരുടെ കുഞ്ഞു കൈകൾ കൊണ്ട് വലിയ വലിയ പണികളെടുത്തു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം മനോജിന് ഒരു ആൺകുട്ടി ജനിച്ചു. മനോജും ഭാര്യയും ഒരുപാട് സന്തുഷ്ടരായി. മനോജും ഭാര്യയും അവർക്കുണ്ടായ അവരുടെ മകനെ ഒരുപാട് സ്നേഹിച്ചു. അവനെപ്പോഴും അവർ നല്ല ഭക്ഷണങ്ങൾ കൊടുത്തു. മനോജിന്റെ പെൺമക്കളായ റിയയും ടിയയും തങ്ങളുടെ അനിയനെ ഒരുപാട് സ്നേഹിച്ചു. അവർ അവന് ഭക്ഷണമെല്ലാം വാരിക്കൊടുത്തിരുന്നു. മനോജ് അവന്റെ മകന് നല്ല നല്ല സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു. എന്നാൽ പെൺകുട്ടികൾക്ക് ഒന്നും വാങ്ങിക്കൊടുത്തില്ല. റിയയും ടിയയും ഒരുപാട് വിഷമിച്ചു. അവർ പരസ്പരം പറഞ്ഞു, അച്ഛനും അമ്മയും അവനെ ഒരുപാട് സ്നേഹിക്കുന്നു. അവൻ എപ്പോഴും നല്ല ഭക്ഷണവും സാധനങ്ങളും വാങ്ങിക്കൊടുക്കുന്നു. നമുക്കൊന്നും വാങ്ങിത്തരുന്നില്ല. റിയയും ടിയയും മനോജിനോട് പറഞ്ഞു, പപ്പ, ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരുമോ? പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. മനോജ് അവരോട് വളരെ ദേഷ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒന്നും വാങ്ങിച്ചു തരാൻ പോകുന്നില്ല. പോയി ജോലി ചെയ്യേ. അവര് രണ്ടുപേരും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. എന്നിട്ട് അവർ വീണ്ടും ജോലികൾ ചെയ്യാൻ തുടങ്ങി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഗ്രാമത്തിൽ ഒരു വിവാഹം വന്നു. മനോജ് അവന്റെ മകൻ ചേതന് നല്ല ഭംഗിയുള്ള വിലപിടിപ്പുള്ള വസ്ത്രം വാങ്ങിക്കൊടുത്തു. എന്നാൽ പെൺകുട്ടികൾക്കോ വളരെ വില കുറഞ്ഞതും മോശമായതുമായ വസ്ത്രമാണ് വാങ്ങിക്കൊടുത്തത്. റിയയ്ക്കും ടിയയ്ക്കും വിഷമമായി. എന്നിട്ട് അവർ പറഞ്ഞു, പപ്പ, അവന് മാത്രം എത്ര നല്ല ഉടുപ്പാണ് വാങ്ങിക്കൊടുത്തത്. നമുക്ക് രണ്ടുപേർക്കും വളരെ മോശം ഡ്രസ്സാണ് വാങ്ങിത്തന്നത്. റിയയും ടിയയും മനോജിനോട് പറഞ്ഞു, പപ്പ, എത്ര ഭംഗിയുള്ള ഉടുപ്പാണ് അവന് വാങ്ങിക്കൊടുത്തത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതുപോലെ ഭംഗിയുള്ളത് വാങ്ങിത്തരൂ. മനോജ് അവന്റെ 2 പെൺമക്കളോടുമായി പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങൾക്കൊന്നും വാങ്ങിച്ചു തരില്ല. ചേതൻ വലുതായിട്ട് അവൻ ഞങ്ങളെ നോക്കിക്കോളും. നിങ്ങൾ രണ്ടാളും ഞാൻ സമ്പാദിച്ചതൊക്കെ വാങ്ങിക്കൂട്ടി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുമല്ലേ? ടിയയും റിയയും മനോജിനോട് പറഞ്ഞു, ഇല്ല അച്ഛാ, ഞങ്ങൾ അച്ഛനെ വിട്ട് എവിടെയും പോവില്ല. ഞങ്ങൾ അധ്വാനിച്ച് അച്ഛനും അമ്മയെ നോക്കിക്കോളാം. അപ്പോൾ മനോജ് പറഞ്ഞു, അത് ശരി, നിങ്ങൾ രണ്ടാളും ഞങ്ങളെ നോക്കുമെന്നാണോ പറയുന്നത്? മനോജ് ചിരിച്ചുകൊണ്ട് അവരോട് രണ്ടുപേരോടും പറഞ്ഞു, പോയി വീട് വൃത്തിയാക്കിക്കേ. ടിയയും റിയയും തിരിച്ച് അവരുടെ ജോലികൾ ആരംഭിച്ചു. 3 മക്കളും വലുതായി. ഒരുപാട് ലാളിച്ച് ചേതനെ അവർ വഷളാക്കി. ചേതൻ പഠനത്തിൽ വളരെ മോശമായിരുന്നു. അവൻ എപ്പോഴും കൂട്ടുകാരോടൊപ്പം കറങ്ങി നടന്നു. അവൻ പൈസ മോഷ്ടിക്കാനും തുടങ്ങി. ഇതെല്ലാം കണ്ടപ്പോൾ മനോജിന് ആകെ വിഷമമായി. അവൻ ഭാര്യയോട് പറഞ്ഞു, ചേതന്റെ പോക്കുവരവ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവനൊന്നും പഠിക്കുന്നുമില്ല, വീട്ടിൽ കൃത്യമായിട്ട് വരുന്നുമില്ല. എപ്പോൾ നോക്കിയാലും കൂട്ടുകാരോടൊപ്പം പുറത്ത് കറങ്ങാൻ പോക്കാ. മനോജിന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവൻ ഇങ്ങോട്ട് വരട്ടെ, അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. രാത്രിയായപ്പോൾ കറക്കമെല്ലാം കഴിഞ്ഞ് ചേതൻ തിരിച്ചെത്തി. അപ്പോൾ അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മോനെ, നീ ദിവസം മുഴുവൻ പുറത്ത് കറങ്ങി നടക്കുകയാണ്. നീ ഒന്നും ശരിയായി പഠിക്കുന്നുമില്ല. ഇങ്ങനെ പോയാ നിനക്കൊരു ജോലിയും കിട്ടില്ല. ഇത് കേട്ടപ്പോൾ ചേതന് ദേഷ്യം വന്നു. എന്നിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയി.
മനോജും ഭാര്യയും വല്ലാതെ പരിഭ്രാന്തരായി. അവർ ചേതനെ അന്വേഷിച്ചിറങ്ങി. എന്നാൽ അവർക്ക് അവനെ കണ്ടുപിടിക്കാനായില്ല. ചേതൻ വീട്ടിൽ നിന്നിറങ്ങി ഹോസ്റ്റലിൽ പോയി താമസിക്കാൻ തുടങ്ങി. അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചു. അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുമായി അവൻ പ്രണയത്തിലായി. അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ. അവളെ വിവാഹം കഴിക്കാൻ ചേതൻ ആഗ്രഹിച്ചു. ആ പെൺകുട്ടി വലിയൊരു പണക്കാരിയായിരുന്നു. അവളുടെ വീട്ടിൽ അവൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ ചേതനോട് പറഞ്ഞു, എന്റെ അച്ഛന് എന്റെ ഭർത്താവ് എപ്പോഴും വീട്ടിലുണ്ടാവണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് നീ എന്റെ വീട്ടിൽ തന്നെ താമസിക്കേണ്ടി വരും. നിനക്ക് നിന്റെ വീട്ടിൽ പോകാൻ പോലും സാധിക്കില്ല. വീട് വിട്ടിറങ്ങിയ ചേതൻ അവളുടെ വാക്കുകൾ കേൾക്കുകയും അത് സമ്മതിച്ച് അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. റിയയും ടിയയും മനോജിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, പാപ്പാ, ഞങ്ങൾക്ക് ജോലി കിട്ടി. ഇനി ഞങ്ങൾ നിങ്ങളെ നോക്കും. മനോജും ഭാര്യയും ലജ്ജിച്ച് തല താഴ്ത്തി. എന്നിട്ട് ആലോചിച്ചു, ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ച ഞങ്ങളുടെ മോൻ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി. ഞങ്ങൾ കുറ്റം പറഞ്ഞ് ഞങ്ങളുടെ പെൺകുട്ടികൾ അവർ സ്വയം അധ്വാനിച്ച് ഞങ്ങളെ നോക്കാമെന്ന് പറയുന്നു. ഞങ്ങൾ എന്തു വലിയ തെറ്റാണ് ചെയ്തത്. മകനെയും മകളെ ഞങ്ങൾ വേർതിരിച്ച് കണ്ടു. ഇത്രയും പറഞ്ഞുകൊണ്ട് മനോജും ഭാര്യയും കരയാൻ തുടങ്ങി. റിയയും ടിയയും അവരുടെ അച്ഛനമ്മമാരോട് പറഞ്ഞു, നിങ്ങൾ കരയാതിരിക്കൂ, നിങ്ങൾ രണ്ടുപേരെയും നോക്കിക്കൊള്ളാം. റിയ ടിയയോട് പറഞ്ഞു, നീയല്ല, ഞാൻ നോക്കൂ അച്ഛനെയും അമ്മയും. അച്ഛനും അമ്മയും ഞാൻ എന്റെ കൂടെ താമസിപ്പിക്കും. അപ്പോൾ ടിയ പറഞ്ഞു, പറ്റില്ല, ഞാൻ നോക്കിക്കൊള്ളാം. രണ്ടുപേരും പരസ്പരം തർക്കിക്കാൻ തുടങ്ങി. അപ്പോൾ മനോജ് പറഞ്ഞു, നിങ്ങൾ വഴക്കുണ്ടാക്കാതെ ഞങ്ങൾ കുറച്ച് ദിവസം നിന്റെ കൂടെയും കുറച്ച് ദിവസം റിയയുടെ കൂടെയും നിൽക്കാന്നേ. ഇത്രയും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് സുഖമായി സന്തോഷത്തോടെ താമസിച്ചു. കൂട്ടുകാരെ, ഇങ്ങനെയുള്ള കഥകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് ബെല്ലൈക്കണും അമർത്തൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കഥയും നഷ്ടമാവില്ല. ഇനി അടുത്ത കഥയിൽ കാണാം. ബൈ.